ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മളിനി ഈ ചാപ്റ്ററിലെ ഏതാണ്ട് അവസാനത്തിലേക്ക് കടക്കാൻ പോകണം. ഇവിടെ പ്രധാനമായിട്ട് നിങ്ങൾക്ക് കാണാം, ഇതിൽ വീഡിയോക്ക് പേര് പറയുന്നത് ഡിഡക്ഷൻ എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അണ്ടർ സെക്ഷൻ 24 നെറ്റ് ആനുവൽ വാല്യൂ കഴിഞ്ഞതിന് ശേഷം ഡിഡക്ഷൻ കൂടെ ലെസ് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഈ ചാപ്റ്ററിൻ്റെ പേര് കിട്ടുള്ളൂ. ചാപ്റ്ററിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ചാപ്റ്ററിൻ്റെ പേര് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണല്ലോ. അപ്പോൾ അതുകൂടെ എന്ത് ചെയ്യണം, ഡിഡക്റ്റ് ചെയ്യണം. നമുക്ക് നോക്കാം. നമുക്കപ്പോൾ ഈ ഡിഡക്ഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ചൊരു അതർ ജനറൽ ആയിട്ടുള്ള തിയറീസ് ഞാൻ പറയാം. രസമുള്ള തിയറീസാണ്. നോക്കൂ. പോയിന്റ് നമ്പർ 1, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ, മറക്കരുത്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി സിറ്റുവേറ്റഡ് അബ്രോഡ്, ഫോറിൻ പ്രോപ്പർട്ടിയാണ്. ഒരു എക്സാമ്പിൾ എന്താ വെച്ചാൽ, ഇപ്പോൾ ഇത് ജാക്ക്, ഇയാളൊരു US-കാരനാണ്. ഇയാൾക്ക് അവിടെ പ്രോപ്പർട്ടി ഉണ്ട് ഗൾഫിൽ. ഗൾഫ് പറയുമ്പോൾ ഫോറിൻ എന്ന് പറയുമ്പോൾ US-ൽ, ഗൾഫല്ല, ഫോറിൻ, US-ൽ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അതിനിവിടെ ടാക്സ് കൊടുക്കണം. സാർ, US-ലുള്ള ആൾക്ക് അവിടെ വീടുണ്ടെങ്കിൽ അയാൾ അവിടെയല്ലേ ടാക്സ് കൊടുക്കേണ്ടത്, ഇവിടെ ടാക്സ് കൊടുക്കണമെന്ന് ചോദിച്ചാൽ ആൻസർ ഇങ്ങനെയാണ്: ടാക്സിബിൾ ആണ് ഓൺലി ഇൻ കേസ് ഓഫ് ഏതാണ്, റെസിഡൻറ്റ്. ഈ പറയുന്ന ആളെന്താണ്, റെസിഡൻ്റ് ആണെങ്കിൽ. അപ്പോൾ എന്താണ് റെസിഡൻ്റ് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. അത് സെറ്റാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ആ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത ആളാണ്. ഇയാളൊരു റെസിഡൻ്റ് ആണെങ്കിൽ നിർബന്ധമായിട്ടും ഇന്ത്യയിൽ എന്ത് ചെയ്യണം, ടാക്സ് കൊടുത്തിരിക്കുന്നു. നമ്മളത് കൃത്യമായിട്ട് പറഞ്ഞതാണ് ഇൻസിഡൻസ് ഓഫ് ടാക്സിൽ. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ, വിച്ച് മീൻസ് റെസിഡൻറ്റ് ഓർഡിനറിലി റെസിഡൻ്റ് ആണെങ്കിൽ ഫോറിൻ ഇൻകത്തിനും ഇവിടെ എന്ത് ചെയ്യണം, അയാൾ ടാക്സ് കൊടുക്കണം. ഓക്കെ. പിന്നെ അതിൽ US-ൽ ഓൾറെഡി ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിലോ എന്നുള്ളതൊക്കെ ഡിസ്കഷൻ ഉണ്ട്. അത് നമ്മൾ കൂടുതൽ ഡെപ്ത് ഡിസ്കഷനാണ്. എന്തായാലും ഇപ്പോൾ നിങ്ങളിങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി സിറ്റുവേറ്റഡ് അബ്രോഡ്, അഥവാ ഫോറിൻ കൺട്രീസിലുള്ള ഒരാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഈ പറയുന്ന ആൾ റെസിഡൻ്റ് ആവണം കേട്ടോ ഇന്ത്യയിൽ. അല്ലാതെ ഈ ജാക്ക് എന്നല്ലേ ഇയാളെ പറഞ്ഞു, ജാക്ക് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, ഇന്ത്യയിലേക്ക് വന്നിട്ടേ ഇല്ല. അയാൾ അവിടെ താമസിക്കുന്നു, അവിടെ അയാൾക്ക് വീടുണ്ട്, അതിൻ്റെ മുകളിൽ റെൻറ്റ് കിട്ടണമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇന്ത്യക്കാർക്ക് കിട്ടുമോ, തല്ലു കിട്ടൂലേ അല്ലേ? ഫോറിൻ സിറ്റിസൺ അവിടെയുള്ള അയാളുടെ ബിൽഡിങ്. പക്ഷേ അയാൾ ഇവിടെ താമസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, ഇവിടെ ടാക്സ് കൊടുക്കണം. വിച്ച് മീൻസ് അയാൾ റെസിഡൻ്റ് ആണെന്ന് പറഞ്ഞാൽ 180 ഡേയ്സ് പ്ലസ് ഡേയ്സിനേക്കാൾ കൂടുതൽ അയാൾ ഇവിടെ എന്താണ്, ഇന്ത്യയിലാണുള്ളത്. അങ്ങനെ ഇത്രയും ദിവസം ഇവിടെ ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇന്ത്യയുടെ ഫെസിലിറ്റീസും മറ്റൊക്കെ ഉപയോഗിക്കുന്നില്ലേ. അപ്പോൾ അതുകൊണ്ടാവാം ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ പറയുന്നു. അത് അത്രയേ ഉള്ളൂ, അതിൽ കൂടുതൽ ഡിസ്കഷൻ ഇല്ല. നോട്ട് ചെയ്യുക പോയിൻ്റ്. പോയിൻ്റ് നമ്പർ 2, പ്രോപ്പർട്ടി ഓൺഡ് ബൈ കോ ഓണേഴ്സാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കൂടെ, where the property is owned by 2 or more person jointly and their respective share are defined, income from such property shall be assessed separately. ഞാനൊരു എക്സാമ്പിൾ പറയുന്നു. ഒരു ഹൗസ്, ഈ ഹൗസിന് X-ഉം Y-യും ഇങ്ങനെ 2 ഓണേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം. ഒരു വീട് 2-3 പേരിലേക്ക് മേടിച്ചൂടെ, മേടിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ റെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ടാക്സ് ചെയ്യേണ്ടത് X ആണോ Y ആണോ എന്ന് വെച്ചാൽ സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ. എന്നിട്ട് എക്സിൻ്റെ പോർഷൻ എന്ത് ചെയ്യും, എക്സ് ടാക്സ് ചെയ്യണം, വൈയുടെ പോർഷൻ വൈ ടാക്സ് ചെയ്യണം. നല്ല പോയിൻ്റാണ്. അടുത്ത കോമ്പോസിറ്റ് റെൻ്റ് ഉണ്ട്. അടുത്തൊരുതാണ്, ഈ ബിൽഡിങ് ലെറ്റ് ഔട്ട് ചെയ്യുന്നതോട് കൂടെ തന്നെ മറ്റു പല ഫെസിലിറ്റീസും കൂടെ ഒരുമിച്ച് ചെയ്യും. ഇപ്പം ഞാൻ ഈ പിക്ചറിൽ തന്നെ പറഞ്ഞുതരാം. ബിൽഡിംഗ് ഉണ്ട്, നല്ല ബിൽഡിങ്ങുകളല്ലേ. ഓക്കെ. ചെറിയൊരു ബിൽഡിംഗ്, ഇലക്ട്രിസിറ്റി കൊടുക്കുക, കൂളറ്, ലിഫ്റ്റ്, വാട്ടർ പമ്പ്, വാട്ടർ ഫോർ കോമ്പോസിറ്റ് റെൻ്റാണ്. ഇതൊക്കെ കൂടെ എന്ത് ചെയ്യണം, കോമ്പോസിറ്റ് അല്ലെങ്കിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ, അപ്പോൾ അങ്ങനെയാണ് കോമ്പോസിറ്റ് റെൻ്റ് എന്ന് പറയുക. അതൊരു സിറ്റുവേഷൻ ആണല്ലോ അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം, വളരെ സിമ്പിളാണ്. സം റിസീവ്ഡ് ഫോർ ദ യൂസ് ഓഫ് ബിൽഡിംഗ്, ഈ ബിൽഡിങ്ങിൻ്റെ യൂസിനുള്ള എമൗണ്ട് ഇല്ലേ, ആ സാധനം. അതേപോലെ അടുത്തേതാ, സം റിസീവ്ഡ് ഫോർ അതർ എമ്യൂണിറ്റീസ്. അപ്പോൾ മൊത്തം ഇയാളിരുന്ന് എത്രയാണ്, ഫോർ എക്സാമ്പിൾ വീടിന് വേണ്ടി 10,000 പെർ മന്തും മറ്റ് എമ്യൂണിറ്റീസ് ഇല്ലേ, അഡീഷണൽ കൊടുക്കുന്ന വാട്ടർ, ഇലക്ട്രിസിറ്റി, കൂളർ, ലിഫ്റ്റ്, ഇതിനൊക്കെ ചാർജ് ചെയ്യുന്നത് ഒരു 3,000 രൂപയാണെങ്കിൽ ഇതിൽ
10,000 രൂപ ഏതായിട്ട് ടാക്സ് ചെയ്യണം? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇവിടെ എഴുതാം 10,000 ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിട്ടും ബാക്കിയുള്ള എമൗണ്ടിലെ 3,000 അത് ഒന്നുകിൽ PGBP അല്ലെങ്കിൽ ഏതാണ് IFOS, അങ്ങനെ പറഞ്ഞാൽ ഇൻകം ഫ്രം അതർ സോഴ്സ്. അപ്പോൾ അതെന്താ അങ്ങനെ ഒന്നുകിൽ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ കാര്യമായിട്ടൊന്നും ഇപ്പോൾ ഡിഗ്രി ലെവലിൽ പഠിക്കുന്നില്ല, എന്തായാലും ഇത്രയും പഠിച്ചു വെക്കുക. ബേസിക് വീടിന് കിട്ടുന്ന റെൻ്റ് എന്താണ്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയും മറ്റ് അമ്യൂണിറ്റീസിന് കിട്ടുന്ന എന്താണ്? അതർ സോഴ്സിലോ അല്ലെങ്കിൽ PGBPയിലോ, സം റിസീവ്ഡ് ഫോർ അതർ അമ്യൂണിറ്റീസ്. അപ്പോൾ നിങ്ങൾ ഇനി ഒരു ചോദ്യം ചോദിക്കാൻ ചിലപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം. മൊത്തം 13,000 എന്നാണ് അയാളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് റെൻറ്റ്. അത് വീടിൻ്റെ റെൻറ്റ് ഇത്രയെന്നും അമ്യൂണിറ്റീസിൻ്റെ റെൻറ്റ് ഇത്രയെന്നും മറ്റ് ഫെസിലിറ്റീസിൻ്റെ റെൻറ്റ് ഇത്രയെന്നും സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ചോദ്യമല്ലേ, ആ ചോദ്യത്തിന് ഒരു ആൻസറാണ് അടുത്ത പോയിന്റ്. ഹൗവർ ഇഫ് സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 3,000 10,000 സെപ്പറേറ്റ് ചെയ്തില്ലേ, അതെന്തല്ല, പോസിബിൾ അല്ല, ഈസ് നോട്ട് പോസിബിൾ, വേർതിരിച്ചറിയാൻ പറ്റില്ല. ദെൻ ദ വോൾ എമൗണ്ട് ഈസ് ടാക്സബിൾ അണ്ടർ ഏതാണ്? PGBP അല്ലെങ്കിൽ ഇൻകം ഫ്രം അതർ സോഴ്സ്. നോട്ട് ചെയ്യണം, നല്ല പോയിൻ്റാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ബിൽഡിങ്ങിൻ്റെ റെൻ്റ് എന്താണ്? ഇൻകം ഫ്രം അതർ സോഴ്സ്. അതർ എമ്യൂണിറ്റീസിൻ്റെ എന്താണ്? അമ്യൂണിറ്റീസ് കൊടുക്കുന്നതിന് ഇൻകം ഫ്രം അതർ സോഴ്സിലോ അല്ലെങ്കിൽ അതാ PGBPയിലോ. ഓക്കെ, അപ്പോൾ ഹൗസ് പ്രോപ്പർട്ടിയിൽ ചാർജ് ചെയ്യണമെങ്കിൽ ഏതാണ്? ബിൽഡിങ്ങിൻ്റെ റെൻ്റാണ്. ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്യുക. സെഗ്രിഗേഷൻ പറയുമ്പോൾ സെപ്പറേറ്റ് ചെയ്യുക. ഈ എമൗണ്ട് സെപ്പറേറ്റ് ചെയ്ത് അറിയില്ല, മൊത്തം ഒരു എമൗണ്ടാണ് ചാർജ് ചെയ്യുന്നത്. ആ മൊത്തം എമൗണ്ട് ഏതിൽ ചാർജ് ചെയ്യണം? PGBP അല്ലെങ്കിൽ ഇൻകം ഫ്രം അതർ സോഴ്സിൽ ചാർജ് ചെയ്യണം. അതൊരിക്കലും എവിടെ ചാർജ് ചെയ്യാൻ പറ്റില്ല? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ചാർജ് ചെയ്യാൻ പറ്റില്ല. ഇത്രയാണ് ആ ഭാഗം പറയാനുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. 3 പോയിൻ്റ് അപ്പോൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക, പോസ് ചെയ്യുക, എന്നിട്ട് എഴുതി വെക്കുക, പഠിക്കുക. ഓക്കെ അല്ലേ? ജസ്റ്റ് സിമ്പിളാണല്ലോ. ഇതൊക്കെ ഇപ്പോൾ തന്നെ പഠിച്ച് ഇതൊക്കെ ഈ സമയത്ത് തന്നെ നിങ്ങൾ എഴുതി വെച്ചു. ക്ലാസ് കഴിഞ്ഞ ഉടൻ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാമിൻ്റെ തലേദിവസമൊക്കെ എടുത്ത് നോക്കിയാൽ ടപ്പെന്ന് പറഞ്ഞ് മനസ്സിലാക്കാവുന്നതേ ഉള്ളും പറയും. ഓക്കെ അല്ലേ? കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് കേൾക്കുന്നതല്ലേ. യെസ്, ക്ലിയർ. ചില ആളുകൾക്ക് തോന്നുന്നുണ്ടാവും ഒരു BCom വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ എടുക്കുന്നു എന്നൊക്കെ. അപ്പം ഞാനിങ്ങനെ നിങ്ങൾക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിക്കോട്ടെ വെച്ചിട്ടാണ് കൂടുതൽ എക്സാമ്പിളുകളൊക്കെ പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിലൊക്കെ പല വീഡിയോസും ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻകം ടാക്സിൻ്റെ ഒക്കെ അവൈലബിൾ ആവും. അതൊക്കെ ഒന്നും കൂടെ ഷോർട്ടാക്കിയിട്ടാവും പറയുന്നുണ്ടാവാം. അപ്പോൾ ചില ആളുകൾക്ക് അങ്ങനെയാണ് ആഗ്രഹം, അവർ ആ വീഡിയോ കാണട്ടെ. അല്ലാത്തവർ ഒന്നും കൂടെ ആഴത്തിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്നുള്ളവർ എന്ത് ചെയ്യട്ടെ, ഈ ഒരു വീഡിയോയും കൂടെ കാണട്ടെ. നമുക്കൊന്നുകൂടെ ഫ്യൂച്ചറിലേക്കൊക്കെ ഗുണം ചെയ്യണ്ടേ. ഓക്കെ, BComകാരൻ്റെ കയ്യിലാണ് ഇന്ത്യയുടെ സ്പന്ദനം എന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റസ് നിങ്ങളും ഇട്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ ആ സ്പന്ദനം കയ്യിൽ ആറാടണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ബേസിക് അറിഞ്ഞിരിക്കണ്ടേ. അപ്പോൾ എനിവേ നമുക്ക് ഡിഡക്ഷൻ പഠിക്കാം. ഡിഡക്ഷൻ ഇതിൻ്റെ മുന്നുള്ള ഭാഗങ്ങളൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യില്ല, നമുക്ക് ആസ് യൂഷ്വൽ അറിയുന്ന കാര്യങ്ങളാണ്. നെറ്റ് ആനുവൽ വാല്യൂ എന്താണെന്ന് നമുക്കറിയാം. ഇനിയാണ് നമ്മൾ ഡിഡക്ഷൻ പറയുന്നത്. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ ഏതാണ്? 24 ആണ്. 24A പ്രകാരം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട് 30% ഓഫ് നെറ്റ് ആനുവൽ വാല്യൂ. അങ്ങനെ പറഞ്ഞാൽ ഈ നെറ്റ് ആനുവൽ വാല്യൂ എത്രയാണോ അതിൻ്റെ 30% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. എന്തിനാണ് ഈ ഡിഡക്ഷൻ? ഇപ്പം ഞാൻ ഓൾറെഡി മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, എന്നാലും ഒന്നുകൂടെ ആധികാരികമായിട്ട് പറയാം. എൻ്റെ കയ്യിലൊരു ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിങ്ങിന് 10 റൂമുണ്ട്, അത് ഞാൻ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അതിൽ പലചരക്ക് കച്ചവടം നടത്തുന്നവരുണ്ട്, മൊബൈൽ ഷോപ്പ് നടത്തുന്നവരുണ്ട്, ജ്വല്ലറി നടത്തുന്നവരുണ്ട്, അതുപോലെ തന്നെ ഫാൻസി നടത്തുന്നവരുണ്ട്, പിന്നെ ഐസ്ക്രീം പാർലർ നടത്തുന്നവരുണ്ട്. ഇവരൊക്കെ എനിക്ക് റെൻറ്റ് തരുന്നുണ്ട്. ഓക്കെ, ഈ റെൻറ്റ് എന്താണ്? എൻ്റെ ഇൻകാണ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ടാക്സ് ചെയ്യണം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് കോമൺ ആയിട്ട് ബാത്റൂം ഫെസിലിറ്റി ഞാൻ എന്ത് ചെയ്യണം, കൊടുക്കണം. അതിൽ പൈപ്പുകൾ കേടുവരാം, അതിൽ ടോയ്ലറ്റ് എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്യാൻ വേണ്ടി ലേഡിയെ ആക്കേണ്ടി വരും. അതിൽ പല സ്ഥലങ്ങളിലും ഈ ടൈല് പൊട്ടാം, അല്ലെങ്കിൽ ഇവരുടെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യുക, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം. അഥവാ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളുണ്ടാവുമല്ലോ, ചുമര് ഭിത്തിയിൽ വല്ല വിള്ളൽ വരിക, അങ്ങനെയുള്ള റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എന്നുള്ള എമൗണ്ട് എനിക്ക് ആവശ്യമായിട്ട് വരില്ലേ, സ്വാഭാവികമല്ലേ. ചിലപ്പോൾ ഷീറ്റ് ഇട്ട് കൊടുക്കേണ്ടി വരും പുറത്ത്, മഴ നനയുന്നതിൻ്റെ ഒക്കെ. ചിലപ്പോൾ കടക്കാരിടും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഓണർ ഇടുന്ന പലതരത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലുണ്ട്. അപ്പോൾ ഇത്തരം ചിലവുകൾ എനിക്ക് ഉണ്ടാവുന്നതുകൊണ്ട് എനിക്ക് കിട്ടുന്ന എല്ലാ ഇൻകവും എനിക്ക് എൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഈ നെറ്റ് ആനുവൽ വാല്യൂൻ്റെ ഒരു 30% അത്തരം ആവശ്യങ്ങൾക്ക് എന്ന് പറഞ്ഞ് ഡിഡക്റ്റ് ചെയ്യാം. അപ്പോൾ ചോദിക്കും, സാർ അതിൽ കൂടുതൽ ചിലവഴിച്ചാലോ? അതിൽ കൂടുതൽ ചിലവഴിച്ചാൽ ഓക്കെ, നിങ്ങൾ ചിലവഴിച്ചു, നോ പ്രോബ്സ്.
പക്ഷേ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് എത്രയാ ഡിഡക്ഷൻ തരുള്ളൂ? 30%. ഫോർ എക്സാമ്പിൾ ഇവിടെ 1 lakh ആണെന്ന് വിചാരിക്കുക നെറ്റ് ആനുവൽ വാല്യൂ. അപ്പോൾ അതിൻ്റെ 30,000 രൂപ കിട്ടും. നിങ്ങൾ ചിലപ്പോൾ ചിലവഴിക്കുന്നത് 15,000 രൂപ ആയിക്കോട്ടെ, നിങ്ങൾ ചിലവഴിക്കുന്ന 50,000 ആണെങ്കിലും ആയിക്കോട്ടെ, അതൊന്നും ഡിപ്പാർട്ട്മെൻറ്റ് അറിയണ്ട. ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യണം? 30% നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചിലവഴിക്കാമെന്നല്ല പറയുന്നത്, ചിലവഴിച്ചു എന്ന പേരിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഇനി 1 രൂപ ചിലവഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. ഓക്കെ അല്ലേ? നോട്ട് ദ പോയിൻറ്റ്. അടുത്തത് 24B ആണ് അടുത്ത ഡിഡക്ഷൻ. ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ. ഈ ബോറോഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പറയും ലോൺ. സിമ്പിളായിട്ട് നമുക്ക് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറഞ്ഞാൽ മതി, അതാണ് സംഭവം. ഓക്കെ അല്ലേ? ഇൻട്രസ്റ്റ് ഓൺ ലോൺ അതുണ്ടാവും. വിച്ച് മീൻസ് നമ്മൾ ഈ ബിൽഡിങ് കൺസ്ട്രക്ട്, ഇപ്പോൾ ഈ 10 റൂമുള്ള ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യാൻ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ 20 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. 12% എന്ത് ഞാൻ എന്ത് പറഞ്ഞിട്ടുള്ളത്? ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 24,000 എന്ത് വരും? എനിക്ക് ഇൻട്രസ്റ്റ് വരും. 24,000 2,40,000 അല്ലേ? ഓക്കെ, വലിയ എമൗണ്ട് ആയാലോ? ഇത് ചെറിയ എമൗണ്ട് ആക്കാം. ഒരു 4 ലക്ഷം രൂപ. ആ 4 ലക്ഷത്തിൻ്റെ ഒരു 6%. അപ്പോൾ 24,000 രൂപ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടും കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എത്ര ചാർജ് ചെയ്യേണ്ടി വരാം? 46,000 ടാക്സ് കൊടുക്കേണ്ടി വരും. 1 lakh അതിൽ നിന്ന് 30,000 പിന്നെ മൈനസ് 24,000 അല്ലേ? കാൽക്കുലേഷനൊക്കെ നോട്ട് ചെയ്യുക. എങ്ങനെ 24,000 വന്നത്? എൻ്റെ ലോൺ എത്ര? 3 lakhൻ്റെ അല്ലേ? 3 lakhൻ്റെ 6%. 4 lakhൻ്റെ 6% അല്ലേ? യെസ്, 4 lakhൻ്റെ 6%. 24,000 കണ്ട. അപ്പോൾ 1 ലക്ഷം രൂപ നെറ്റ് ആനുവൽ വാല്യൂ ഉണ്ടെങ്കിൽ അതിന് മൊത്തം ഞാൻ ടാക്സ് കൊടുക്കണോ വേണ്ട? അതിൽ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞ് ഡിഡക്റ്റ് ചെയ്യാനും ഒപ്പം തന്നെ ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇതിൻ്റെ മുകളിൽ ഞാൻ വല്ല ബാധ്യത ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരാളെ കടം മേടിച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുന്നത്? ബിസിനസ് അല്ലെങ്കിൽ ആ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണ്ടേ? അപ്പോൾ എനിക്ക് കിട്ടുന്ന ഇൻകം പോലെ തന്നെ എൻ്റെ ഒരു എക്സ്പെൻസ് അല്ലേ? അപ്പോൾ എൻ്റെ ഈ ഇൻകത്തിൽ നിന്നും ആ എക്സ്പെൻസ് ഡിഡക്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്, ഡിഡക്ഷൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഫോളോയിങ് ഡിഡക്ഷൻ ആർ ടു ബി മെയ്ഡ് ഫ്രം ആനുവൽ വാല്യൂ. ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത് 30% ഓഫ് ആനുവൽ വാല്യൂ ആസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. നോക്കി നോക്ക്. ഫോർ എക്സ്പെൻസ് ലൈക്ക് റിപ്പയറിന് വേണ്ടിയിട്ട്, ഇൻഷുറൻസ് പ്രീമിയം, ആനുവൽ ചാർജ്, ഗ്രൗണ്ട് റെൻറ്റ്, ഇങ്ങനെയുള്ള എൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ടാണ് അത് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുക. ദെൻ അടുത്ത പോയിന്റ് പറഞ്ഞ് സെക്ഷൻ ഏതായിരുന്നു? 24A. ഈ 24Bയിൽ 2 പോയിൻ്റ് ഉണ്ട്. പോയിന്റ് നമ്പർ 2 പോയിന്റ് നമ്പർ 3. പോയിന്റ് നമ്പർ 2 ഇൻട്രസ്റ്റ് ഫോർ ദ പ്രീവിയസ് ഇയർ. ഒന്ന് ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നല്ല ശ്രദ്ധിച്ചോട്ടാ. ഞാനിപ്പോൾ നിലവിൽ 20, 21, 22 ഈ ഫിനാൻഷ്യൽ ഇയറിലാണ് എനിക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ പ്രീവിയസ് ഇയർ, നമ്മളെ ടാക്സിൻ്റെ ഭാഷ പറഞ്ഞ് പ്രീവിയസ് ഇയർ, ഈ പ്രീവിയസ് ഇയറിലാണ് എൻ്റെ വീട് പണി തുടങ്ങിയിട്ട് വാടകയ്ക്ക് കൊടുക്കാൻ യോഗ്യമായത്. ഞാനിതിന് മുൻപേ കുറേ വർഷങ്ങൾക്ക് മുൻപേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ ഒരു 17, 18 തന്നെ ഞാൻ ലോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ലോൺ എടുത്തതിൻ്റെ മുകളിൽ ഞാൻ ഇൻട്രസ്റ്റ് അന്നേ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. എന്നിട്ട് ഇപ്പോൾ 17, 18, 19, 19, 20, 21 എത്തി. പിന്നെ 21, 22 വരെ. ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഇത് വർഷങ്ങളായിട്ട് ഇൻട്രസ്റ്റ് ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിളാണെങ്കിൽ 4 lakhൻ്റെ എത്ര %? 6%. 24,000 രൂപ വെച്ച് അടക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ഈ 24,000 രൂപ അടച്ച എമൗണ്ട് ഉണ്ടല്ലോ, അതും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുന്ന് ഈ വർഷത്തെ നെറ്റ് ആനുവൽ വാല്യൂവിൽ നിന്ന് ഡിഡക്ഷനായിട്ട് ലെസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? നോക്കൂ. ഇപ്പോൾ 1/4 ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് പ്രീ കൺസ്ട്രക്ഷൻ, ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾ എക്സാമ്പിളൊക്കെ പറയുമ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കണം, അല്ലാതെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. ഓക്കെ അല്ലേ? നോട്ട് ചെയ്യുന്നില്ലേ? യെസ്, ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ അല്ലെങ്കിൽ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് കേട്ടാം. ഞാനൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യും. സംഗതി ഇത്രേ ഉള്ളൂ. എൻ്റെ ഇപ്പോൾ 17, 18 അല്ലേ? ഞാനിവിടെ എഴുതി വെക്കാം. 18, 19, 19, 20, 20, 21 അത്ര മതി. 1, 2, 3, 4 4 വർഷം ഞാൻ 4 ലക്ഷത്തിൻ്റെ ഇൻറ്റു എത്ര പെർസെൻറ്റേജാണ്? 6%. 24,000 ഇൻറ്റു എത്രയാണ്? 4. അപ്പോൾ എത്ര? 96,000.
അപ്പോൾ എത്ര രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട്? 96,000 ഓൾറെഡി എൻ്റെ വീട് പണി തുടങ്ങി എന്താ പറയുക, താമസയോഗ്യം, ഞാൻ ലെറ്റ് ഔട്ട് ചെയ്യുക, വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ. ഫുൾ പണിതാലല്ലേ വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 4 വർഷമായിട്ട് ഞാൻ പണിതുകൊണ്ടിരിക്കുക, 4ാമത്തെ വർഷമാണ് ഞാൻ വാടകയ്ക്ക് കൊടുത്തത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 4 വർഷത്തെ എമൗണ്ടിനെ ഞാൻ പറയുന്നതാണ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ ഇൻട്രസ്റ്റ് എന്ന് പറയും. പ്രീ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ വീട് പണി ഫുൾ ഫിനിഷ് ചെയ്യുന്നതിന് മുൻപേ ഉള്ള പീരീഡിനെയാണ് ഞാൻ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്. അപ്പോൾ എത്ര രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ബാങ്കിലേക്ക്? 96,000. ഈ എമൗണ്ട് എനിക്ക് ഇൻറ്റു 1/5 വെച്ചിട്ട്, അപ്പോൾ 96,000-നെ എനിക്ക് ഇൻറ്റു 1/5 വെച്ചിട്ട് 19,200 വെച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. മൊത്തമായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. കൂടാതെ എൻ്റെ പ്രീവിയസ് ഇയറിലെ ഇൻട്രസ്റ്റ് എത്ര വരിക? 24,000 എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഇത്ര മനസ്സിലാക്കിയാൽ മതി. നെറ്റ് ആനുവൽ വാല്യൂ ലെസ് 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ലെസ് ഇൻട്രസ്റ്റ് ഓൺ ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയർ ഇൻട്രസ്റ്റ് എത്രയാണ്? 4 lakhൻ്റെ എത്ര പെർസെൻറ്റേജാണ്? 6%, 24,000 മൈനസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നോട് പറയണത് ഒരു സന്തോഷ വാർത്ത, ഷാക്കിർ നീ എന്ത് ചെയ്തോളൂ, ഇതിനു മുൻപേ നിനക്ക് ഈ പറയുന്ന 24,000 നീ 4 വർഷം അടച്ചിട്ടില്ലേ? ഉണ്ട്. അപ്പോൾ എത്ര രൂപയായി? 96,000. അത്രയും എമൗണ്ട് നിൻ്റെ കയ്യിൽ നിന്ന് പോയില്ലേ? ഓക്കെ, നീ ഒരു പണി ചെയ്തോളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് നെറ്റ് ആനുവൽ വാല്യൂ ഇല്ലേ, അതിൽ നിന്ന് എന്ത് ചെയ്തോളൂ, ആ 24,000 ഇൻറ്റു 4 വെച്ച് 96,000-ൻ്റെ 1/5 അടിച്ച് 19,200 ഇനി വരുന്ന വർഷങ്ങളിൽ നീ എന്ത് ചെയ്തോളൂ? ഡിഡക്റ്റ് ചെയ്തോളൂ. വരുന്ന എത്ര വർഷമായിട്ട് ഡിഡക്റ്റ് ചെയ്യാം? 5 വർഷം. ഡിപ്പാർട്ട്മെൻറ്റ് എത്ര വലിയ ഫേവറാണ് ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ ഞാൻ എത്ര എമൗണ്ട് ടാക്സ് കൊടുക്കേണ്ടി വരും? എൻ്റെ ഡിഡക്ഷൻ എത്രയാണോ കൂടുന്നത് അത്രയും ഞാൻ ഹാപ്പി അല്ലേ? അല്ല മക്കളെ, ഡിഡക്ഷൻ എത്രയാണ് കൂടുന്നത് അത്രയും ഞാൻ ഹാപ്പിയാണ്. കാരണം ഡിഡക്ഷൻ കൂടുന്തോറും എനിക്ക് എന്ത് കിട്ടും? ഇൻകം ടാക്സ് കൊടുക്കുന്ന എമൗണ്ട് കുറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ കാര്യങ്ങളൊക്കെ? യെസ്. അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്, കൃത്യമായിട്ട് എഴുതി വെക്കുക. ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനി വരുന്ന ഇതിൽ പറയാം. ഓക്കെ അല്ലേ? യെസ്. അതിൽ ഞാൻ ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ ഒരു കാൽക്കുലേഷനും കൂടെ പറഞ്ഞുതരാം. നെറ്റ് ആനുവൽ വാല്യൂ ഒരു എക്സാമ്പിൾ എടുക്കാം. ഒരു 3 lakh. ഇനി ആ 3 lakhൻ്റെ 30% എനിക്ക് എന്ത് ലെസ് ചെയ്യാൻ പറ്റും? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ലെസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എത്ര വരും? 90,000. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ്റെ സെക്ഷൻ എഴുതി വെക്കുക, സെക്ഷൻ 24A. അത് കൂടാതെ എനിക്ക് എന്ത് ചെയ്യാം? ഇൻട്രസ്റ്റ് ലെസ് ചെയ്യാൻ പറ്റും. ഇൻട്രസ്റ്റ് പ്രീവിയസ് ഇയറിൽ എത്രയാണ്? 24,000 രൂപ ലെസ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയും, ബിൽഡിങ് കൺസ്ട്രക്ഷൻ ഫിനിഷ് ചെയ്യുന്നതിന് മുൻപുള്ള പീരീഡാണ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്. അതിലെ എമൗണ്ട് എനിക്ക് എത്രയാണ്? ഈ കാൽക്കുലേഷനൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 19,200 എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 3 lakh മൈനസ് 90,000 മൈനസ് 24,000 മൈനസ് 19,200 എത്രയാണ്? 1,66,800 ഞാൻ എന്ത് ചെയ്താൽ മതി? ടാക്സ് കൊടുത്താൽ മതി. ഇതാണ് എൻ്റെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഇതിങ്ങനെ ഒന്ന് എഴുതി വെക്കരുത്. തരികിടയിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം? എഴുതി വെച്ചാലേ സാധനം സെറ്റാവുള്ളൂ. ഓക്കെ അല്ലേ? ക്ലിയർ. ഇനി നിങ്ങളുടെ ഒരു ചോദ്യമാണ്, എന്താണ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്? ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു. 2021-22 പ്രീവിയസ് ഇയറിലാണ് എൻ്റെ വീടിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അതിന് മുൻപേ ഞാൻ എന്നാണോ വീട് പണി തുടങ്ങിയത് അത് മുതലുള്ള ഒരു പീരീഡാണ്. പക്ഷേ ആ പീരീഡിനെ ഒന്നുകൂടെ സ്പെസിഫൈ ചെയ്ത് പറയണം. ഈ പീരീഡ് നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം, ഇതിൻ്റെ ഒരു പാറ്റേൺ. അപ്പോൾ ഇത് പഠിച്ചിട്ട് നിങ്ങൾ അടുത്ത ഭാഗത്തേക്ക് പഠിക്കുക, എഴുതുക, പഠിക്കുക, പിന്നെ ക്ലാസ് കേൾക്കാൻ പാടുള്ളൂ, പോസ് ചെയ്യണം. ഓക്കെ. എന്താണ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്? നോക്കൂ. പീരീഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് ബോറോവിങ്. എന്നാണോ ലോൺ നിങ്ങൾ എടുത്തത് ആ ഡേറ്റ് മുതൽ. ഓക്കെ, ലോൺ എന്നാണോ എടുത്തത് ആ ഡേറ്റ് മുതൽ. താഴെ പറയുന്ന 2 ഡേറ്റ് ഉണ്ട്, ഇതിൽ വിച്ചെവർ ഈസ് ഏർലിയർ ആണ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഏതാണ്? ഇതാണ്, ഫ്രം ദ ഡേറ്റ് ഓഫ് ബോറോവിങ് ആണ്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ടു ഏത് വരെ? എ ഓർ ബി ആണ് കേട്ടോ. എ ഓർ ബി വിച്ചെവർ ഈസ് ഏർലിയർ. ക്ലിയർ അല്ലേ? സ്റ്റാർട്ടിംഗ് പോയിന്റ് കിട്ടി. എന്നാണോ ലോൺ എടുത്തത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2017 ജാനുവരിയിലാണെങ്കിൽ അന്നാണ് ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റ്, പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്. പിന്നെ ടു ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റ് മുതൽ മറ്റൊരു ഡേറ്റ് വരെ അല്ലേ? അപ്പോൾ ഈ ഡേറ്റ് മുതൽ ടു ഏത് വരെ എന്ന് വെച്ചാൽ എ ഓർ ബി വിച്ചെവർ ഈസ് ഏർലിയർ ആണ്. സാർ എന്താണ് എ? 31st March preceding the
ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് ദ കൺസ്ട്രക്ഷൻ. കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുൻപേ ഉള്ള 31st മാർച്ച്. കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുൻപേ ഉള്ള 31st മാർച്ച്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുൻപേ ഉള്ള 31st മാർച്ച്. അപ്പോൾ അതെന്താന്ന് പറയാം. വെയിറ്റ്. ഡേറ്റ് ഓഫ് റീപേയ്മെൻറ്റ് ഓഫ് ലോൺ. ലോൺ തിരിച്ചടച്ച ഡേറ്റ്. ഇതിൽ വിച്ച് ഈസ് ഏർലിയർ ആണ് നമ്മുടെ എന്ത് എൻഡ് പീരീഡ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി മാഷൊരു എക്സാമ്പിൾ ഇട്ട് തരാം. ഡേറ്റ് ഓഫ് ബോറോവിങ് എക്സാമ്പിൾ ഇടാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ, അടിപൊളി സാധനമാണ്. ഡേറ്റ് ഓഫ് ബോറോവിങ് 1/1/2017. 2 എന്ന് പറഞ്ഞാൽ എന്താ? എ ഓർ ബി വിച്ച് എവർ ഈസ് ഏർലിയർ ആണ്. എ ഓർ ബി വിച്ച് എവർ ഈസ് ഏർലിയർ. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഇടാം. കംപ്ലീഷൻ ഓഫ് കൺസ്ട്രക്ഷൻ. കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തുള്ളത് 2021 ഒരു ജൂണിലാണെന്ന് വിചാരിക്കാം. ഓക്കെ അല്ലേ? ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്ന ഈ ഭാഗമാണ് ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് കൺസ്ട്രക്ഷൻ. കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്ത ഡേറ്റ് 2021 ജൂൺ. ഇതിന് തൊട്ട് മുൻപേ ഉള്ള മാർച്ച് ഏതാ? നിങ്ങൾ പറയും. 2021 ജൂണിന് മുൻപുള്ള മാർച്ച് പറഞ്ഞാൽ ഏതാണ്? 2021 മാർച്ച് അല്ലേ? ഡൗട്ടുണ്ടോ? 2021 മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ അല്ലേ വരിക? 2021 ജൂണിൽ മുൻപേയുള്ള തൊട്ട് മുൻപേയുള്ള, അതോ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്ത ഡേറ്റിന് തൊട്ട് മുൻപേയുള്ള മാർച്ച്. കൺസ്ട്രക്ഷൻ ഡേറ്റ് കംപ്ലീറ്റ് ചെയ്തെന്നാണ് ജൂൺ 2021. അതിന് തൊട്ട് മുൻപേയുള്ള മാർച്ച് ഏതാണ്? 2021 മാർച്ച് അല്ലേ? ഡൗട്ടുണ്ടോ? 2020 മാർച്ച് ആവുമോ തൊട്ട് മുൻപുള്ളത്? ഇല്ല. അപ്പോൾ ഈ ഡേറ്റാണ് നമ്മുടെ ഡേറ്റ്. ഈ ഡേറ്റ് അല്ല. കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്ത ഡേറ്റ് അല്ല, കംപ്ലീറ്റ് ചെയ്ത ഡേറ്റിൻ്റെ തൊട്ട് മുൻപുള്ള 31st മാർച്ച് എടുത്തു. ഇതാണ് നമ്മുടെ ഏത് എ. എവിടെ എഴുതി വെക്കട്ടെ ഞാൻ? 2021 മാർച്ച്. അതാണോ നമ്മുടെ എൻഡ് പീരീഡ് 2? അതാണോ? അല്ല. ഡേറ്റ് ഓഫ് റീപേയ്മെൻറ്റ് ഓഫ് ലോൺ. നമ്മുടെ ലോണിൻ്റെ റീപേയ്മെൻ്റ് ഇല്ലേ, മൊത്തം എടുത്ത ലോണ് തിരിച്ചടക്കുന്ന ഒരു സമയമുണ്ടല്ലോ. നമ്മളിപ്പോൾ വീടിൻ്റെ പണി 4-5 കൊല്ലം മുന്നേ എടുത്തു കഴിഞ്ഞ് പണി കഴിയുമ്പോഴേക്കും ചിലപ്പോൾ തിരിച്ചടച്ചുകൂടെ? അപ്പോൾ എന്നാണോ അല്ലെങ്കിൽ എന്നാണോ ആ ഡേറ്റ് തിരിച്ചടക്കുന്ന ഡേറ്റ്, ആ തിരിച്ചടക്കുന്ന ഡേറ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണ് 2021 തന്നെ ആവട്ടെ, 1 ഡിസംബർ ആണെന്ന് വിചാരിക്കുക. 2021 ഡിസംബർ. അതാണ് എന്ത്? ഡേറ്റ് ഓഫ് റീപേയ്മെൻറ്റ് ഓഫ് ലോൺ. നിങ്ങൾ പറയൂ, ഈ 2 ഞാൻ ഏതാ എടുക്കേണ്ടത്? എ ആണോ ബി ആണോ? എ ഓർ ബി വിച്ച് എവർ ഈസ് ഏർലിയർ. വിച്ച് എവർ ഈസ് ഏർലിയർ. കണ്ടില്ലേ? വിച്ച് എവർ ഈസ് ഏർലിയർ. ഏതാണ് ഇതിൽ ഏർലിയർ? 31st മാർച്ച് അല്ലേ? ഓക്കെ. അപ്പോൾ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് മാഷ് ഇവിടെ ഒന്നുകൂടെ വൃത്തിയിൽ എഴുതട്ടെ. പറഞ്ഞ ഒന്നുകൂടെ എൻ്റെ കൂടെ പറയൂ. ഡേറ്റ് ഓഫ് ബോറോവിങ്. നമ്മൾ ഡേറ്റ് ഓഫ് ബോറോവിങ് 1/1/2017 ടു ഏതാണ്? 31st മാർച്ച് പ്രിസീഡിങ് ദ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് കൺസ്ട്രക്ഷൻ ഓർ ദ ഡേറ്റ് ഓഫ് റീപേയ്മെൻറ്റ് ഓഫ് ലോൺ വിച്ച് എവർ ഈസ് ഏർലിയർ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതാണത്? 2021 മാർച്ച്. അപ്പോൾ ഇത്രയും പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയും. ഞാൻ വേണമെങ്കിൽ ഒരു കണക്ഷൻ ഇട്ടുതരാം. ഈ പീരീഡിലെ എമൗണ്ടിനെയാണ് ഞാൻ എത്ര ആയിട്ട് എടുത്തതെന്ന് വിചാരിക്കുക? 96,000 എടുത്തത്. കണ്ട? കാരണം ഇവിടെ വായിച്ചു നോക്ക്. ഇൻട്രസ്റ്റ് ഓഫ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ ഇൻട്രസ്റ്റ് 96,000 ആണ്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് അടുത്തൊരു ക്വസ്റ്റിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഈ 96,000ൻ്റെ ഇൻറ്റു 1/5 വെച്ചിട്ട് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. വരുന്ന ഓരോ വർഷങ്ങളിലും 1/5 നമ്മൾ കണ്ടെത്തിയ 19,200 അല്ലേ? 19,200 വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഇത് പറയുന്നത്. ഓക്കെ അല്ലേ? മക്കളെ കിളി പോയോ? എനിക്കറിയില്ല. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യൂ? കോൺടാക്റ്റ് ചെയ്യും. മാഷ് പറഞ്ഞുതരാം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം? സെറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യനോടുകൂടെ കാര്യങ്ങൾ സെറ്റ് ആവേണ്ടതാണ്. ഓക്കെ, നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യാം. മാഷും ഒന്ന് റിലാക്സ് ചെയ്യട്ടെ, കുറച്ച് വെള്ളമൊക്കെ കുടിക്കട്ടെ. നിങ്ങൾ ആ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിൻ്റെ നോട്ടൊന്ന് പെട്ടെന്ന് വായിച്ചു നോക്കൂ, പോസ് ചെയ്തിട്ട്. നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഡെമോൺസ്ട്രേഷൻ പ്രോബ്ലം 14 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് ചെയ്യുന്നതിന് മുൻപ് ആദ്യം എന്ത് ചെയ്യണം? തൊട്ട് മുൻപ് നമ്മൾ പഠിച്ച പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് അടങ്ങുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിഡക്ഷൻസിൻ്റെ അണ്ടർ സെക്ഷൻ 24 ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കി മാത്രം എന്ത് ചെയ്യാം? നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നിങ്ങൾ വായിച്ച് സെറ്റാണല്ലോ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ഒന്ന് പോസ് ചെയ്ത് എഴുതിയെടുത്തോളൂ ആദ്യം കേട്ടോ. ഓക്കെ, എഴുതിയില്ലേ? കിടക്കാം ക്വസ്റ്റ്യനിലേക്ക്.
തോമസ് ഓൺ എ ഹൗസ് വിച്ച് ഈസ് ലെറ്റ് ഔട്ട് മന്ത്ലി റെൻറ്റ് 4000. അപ്പോൾ തോമസിൻ്റെ ഹൗസ് എന്ത് ചെയ്യുന്നു 4000 × 12 48,000 എന്ത് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആക്ച്വൽ റെൻറ്റ് വരിക. മുനിസിപ്പൽ വാല്യൂ 50,000 ആണ്, ഫെയർ റെൻ്റൽ വാല്യൂ 49,000 ആണ്. അപ്പോൾ മുനിസിപ്പൽ വാല്യൂ 50ഉം ഫെയർ റെൻ്റൽ 49ഉം ആണെങ്കിൽ ഇതിലേറ്റവും ഹയർ ഏതാ 50 ആണ്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് റെൻറ്റിനെ കുറിച്ച് ക്വസ്റ്റ്യനിൽ പറയുന്നില്ലല്ലോ, ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എക്സ്പെക്റ്റഡ് റെൻറ്റ് എത്ര വരുന്നുണ്ടാവുക, ഇതിൽ ഹയർ വരുന്ന 50,000. ആക്ച്വൽ റെൻറ്റ് എത്ര വരുന്നത് 48,000. വിച്ച് എവർ ഈസ് ഹയർ ആണ് നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂ. അപ്പോൾ അതുവരെ കാൽക്കുലേഷനിൽ യാതൊരു പ്രശ്നമില്ല, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഹെഡിങ് എഴുതുന്ന വൃത്തിയിൽ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഫോർ ദ അസസ്മെൻറ്റ് ഇയർ ഏതാണ് 22-23. ശ്രദ്ധിക്കും. അപ്പോൾ നമ്മൾ എഴുതുന്നത് ഫസ്റ്റ് വൺ ഏതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ 50,000. ഞാനിനി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതില്ലെന്നാണ് തോന്നുന്നു. മുൻപത്തെ വീഡിയോ ഒക്കെ പ്രോപ്പറായി കണ്ടുവരുന്നവരാണെങ്കിൽ ഇറ്റ് വുഡ് ബി വെരി ഈസി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് എഴുതാം, അല്ലെങ്കിൽ ഇനി എക്സ്പെക്റ്റഡ് റെൻ്റൊന്നും ആക്ച്വൽ റെൻ്റൊക്കെ സെപ്പറേറ്റ് എഴുതിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇറ്റ്സ് അപ് ടു യു. ദെൻ ഇതിൽ നമ്മൾ മുനിസിപ്പൽ ടാക്സ് ലെസ് ചെയ്യണം. മുനിസിപ്പൽ ടാക്സ് എത്ര 2,500 ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ കൃത്യമായി തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും നോക്കണ്ട, അത്രയും എമൗണ്ട് എന്ത് ചെയ്യുന്നു ലെസ് ചെയ്യണം. സോ വി വിൽ ഗെറ്റ് ആനുവൽ വാല്യൂ എത്ര വരിക 47,500. ക്ലിയർ അല്ലേ? ദെൻ ലെസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ്. ഇതിൽ ഫസ്റ്റത്തെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കുകയേ വേണ്ട. എന്താണോ ആനുവൽ വാല്യൂ അതിൻ്റെ എത്ര % ആണ് 30% ആണ്. അപ്പോൾ നമ്മുടെ ആനുവൽ വാല്യൂ ഉള്ളത് കാൽക്കുലേറ്റ് എടുത്ത് ചെയ്ത് നോക്കൂ. 47,500 × 30% എത്ര 14,250 വരുന്നുണ്ട് ഫസ്റ്റത്തെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ഓക്കെ അല്ലേ? ക്ലിയർ? ദെൻ രണ്ടാമത് പറഞ്ഞ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണ്. ഇതിൻ്റെ സെക്ഷൻ വേണമെങ്കിൽ കോട്ട് ചെയ്യാം. 24 ഏതാണ് എ ആണ്, അടുത്തത് 24 ഏതാണ് ബി ആണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണ്. ഈ ഇൻട്രസ്റ്റ് ഓൺ ലോണിൽ തന്നെ 2 തരത്തിലുള്ള ലോൺ ഉണ്ട്. ഡ്യൂറിങ് ദ ഇയർ ഉണ്ട്, അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിലെ ഇൻട്രസ്റ്റ്. പ്രീവിയസ് ഇയറിലെ ഇൻട്രസ്റ്റ് കാണാൻ എളുപ്പമാണ് മക്കളെ. എത്ര രൂപയാണ് ലോൺ എടുത്തിട്ടുള്ളത് 2 lakh. എത്ര % ആണ് അതിന് 12%. അപ്പോൾ ഒരു വർഷത്തേക്ക് 12 lakh × 12% 24,000 വരും. ചെയ്യുന്നില്ലേ? കാൽക്കുലേറ്റ് ചെയ്യണേ. 24,000 വരും. 24,000 സെറ്റ്. ഇനി ഒരു ഐറ്റം കൂടെ ഉണ്ട് ഇവിടെ. ഏതാണ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്. എന്താ ഈ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് എന്ന് പറയാൻ കാരണം, നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ ലോണ്, അല്ലെങ്കിൽ ഈ ലോണ് ഇവരെടുത്ത ആരാണ് തോമസ് എടുത്ത ലോൺ എന്നെടുത്തതാണ് 1 May 2018 എടുത്തതാണ്. എന്നിട്ട് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തെന്നാണ് November 2020. സ്വാഭാവികമായിട്ടും പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഉണ്ടാവും. അങ്ങനെ പറഞ്ഞാൽ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. എന്താണ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ ലോൺ എടുത്തു 2-3 കൊല്ലം കഴിഞ്ഞിട്ടേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, വീട് പണി കഴിയുള്ളൂ. ലോൺ എടുത്ത് 1 വർഷം കൊണ്ടൊക്കെ തീരുമോ വീട് പണി? ഇല്ല, ചിലപ്പോൾ 2 കൊല്ലമൊക്കെ എടുക്കും. അപ്പോൾ ആ 2 കൊല്ലം കഴിഞ്ഞ് 2ാമത്തെ കൊല്ലത്തിൻ്റെ എൻ്റെ കയ്യിൽ 3ാമത്തെ വർഷം മുതലേ നമുക്ക് ഇത് ലെറ്റ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലെറ്റ് ഔട്ട് ചെയ്യുമ്പോൾ മാത്രമേ എന്ത് കിട്ടുള്ളൂ, റെൻ്റ് എന്നുള്ള ഇൻകം കിട്ടുള്ളൂ. അപ്പോൾ ഈ 2 കൊല്ലത്തെ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഓൾറെഡി പേയ്മെൻറ്റ് ആർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടാവും ബാങ്കിന് ഇൻട്രസ്റ്റ്, ആ എമൗണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരുന്ന വർഷങ്ങളിൽ 5 തവണയായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ എൻ്റെ ഇൻകത്തിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ റെൻറ്റ് കിട്ടുമ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഡിസ്കഷൻ. അപ്പോൾ നമുക്ക് കണ്ടെത്തേണ്ടത് ആ 2 കൊല്ലത്തെ, ഇപ്പം ഞാൻ പറഞ്ഞ എക്സാമ്പിൾ, ആ 2 കൊല്ലത്തെ മുൻപേ ഉള്ള കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുൻപേ ഉള്ള ഇൻട്രസ്റ്റ് ഞാൻ എത്ര പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എലിജിബിളായ ഡിഡക്ഷൻ എത്രയാണെന്നാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, അതിന് കൃത്യമായിട്ട് എന്തുണ്ട്, ഫോർമാറ്റൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. ആ ഇൻട്രസ്റ്റ് എത്രയാണോ നമ്മൾ കണ്ടെത്തിയ ഇൻട്രസ്റ്റ്, അതിൻ്റെ 1/5 ആണ് നമുക്ക് ഡിഡക്ഷൻ എലിജിബിൾ ആവുക. ഓക്കെ, ഏതാണ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ ഇൻട്രസ്റ്റ്. അപ്പോൾ അടുത്ത ചോദ്യം, എന്താണ് സാർ ഈ ഇൻട്രസ്റ്റ്, അല്ലേ, ഈ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്താണെന്നും അങ്ങനെ മനസ്സിലാക്കിയിട്ട് അതിലെ ഇൻട്രസ്റ്റ് എന്താണെന്നും മനസ്സിലാക്കിയ ഞാൻ ബാസ് ഇവിടെ ഒരു കട്ടുണ്ട് കേട്ടോ.
ഒരു 12 മിനിറ്റിലൊക്കെ ആവുമെന്ന് വിചാരിക്കാം, അപ്രോക്സിമേറ്റ്ലി 10 മിനിറ്റ്. പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എങ്ങനെ കാണുന്നു നോക്കാം. നമുക്കറിയാം, ഓൾറെഡി നമ്മൾ പ്രൊവിഷൻ പഠിച്ചാണ്. പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഈസ് ദ പീരീഡ് കമൻസിങ് ഫ്രം ദ ഡേറ്റ് ഓഫ് ബോറോവിങ്. പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് മീൻസ് ദ പീരീഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് ബോറോവിങ്, അല്ലെങ്കിൽ കമൻസിങ് ഫ്രം ദ ഡേറ്റ് ഓഫ് ബോറോവിങ്. എന്നാൽ ലോൺ എടുത്ത ഡേറ്റ് 1 May 2018. ഒന്നും നോക്കണ്ട, അതാണെന്ത്, ഇത് കറക്റ്റ് അലൈൻമെൻറ്റ് ഇങ്ങനെയാണ്. 1 May നിങ്ങൾ എഴുതുമാനം എഴുതി വെച്ചാൽ മതി. 1 May 2018 എന്ത് വന്നിട്ടുള്ളത്, ലോൺ എടുത്തിട്ടുള്ളത്. ഇനി ഈ പീരീഡ് മുതൽ പിന്നെ ഒരു എൻഡിങ് പീരീഡ് ഉണ്ട്. ആ പീരീഡ് വരെയുള്ള ഇൻട്രസ്റ്റ് ആണ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ്. ആ ഇൻട്രസ്റ്റിനാണ് 1/5 നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ആ എൻഡിങ് പീരീഡ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പീരീഡ് എന്നാണ് ഫ്രം ദ ഡേറ്റ് ഓഫ് ബോറോവിങ്, ലോൺ എടുത്ത ഡേറ്റ് മുതൽ. പിന്നെ 31st March preceding the date of completion of construction or date of repayment of loan whichever is. ഇതിലേതാണോ ഏർലിയർ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്കറിയാം പ്രൊവിഷൻ. അപ്പോൾ ഞാൻ 31st March preceding the date of completion of the construction. കൺസ്ട്രക്ഷൻ എന്നാണ് കംപ്ലീറ്റ് ചെയ്ത്, ഇവിടെ എഴുതി നോക്കിക്കോളൂ. കൺസ്ട്രക്ഷൻ വാസ് കംപ്ലീറ്റഡ് എന്നാണ് 30th November 2020. ഇതിന് തൊട്ട് മുൻപേ ഉള്ള 31st March എന്നാ നിങ്ങൾ ആലോചിച്ച് നോക്കും. നവംബർ 2020 മുൻപേ ഏതാ, നവംബർ ബാക്കിലേക്ക് തന്നെ പോയിട്ട് ഏറ്റവും ഫസ്റ്റ് വരുന്ന 31st March ഏതാ, ഇതേ വർഷം തന്നെ 2020 31st March ആണ്. ഇനി അടുത്തത് ഏതാണ്, ഡേറ്റ് ഓഫ് റീപേയ്മെൻറ്റ് ഓഫ് ലോൺ. എന്നിട്ട് റീപേയ്മെൻറ്റ് ഓഫ് ലോണിൻ്റെ ഡേറ്റ് ആണോ അത് തന്നുള്ളത്? അല്ല, ഇതെന്താ, ദ ലോൺ നോട്ട് റീപെയ്ഡ് ടിൽ March 2022. March 2022 വരെ എന്ത് ചെയ്തിട്ടില്ല, ഇതിൻ്റെ റീപേയ്മെൻറ്റ് നടത്തിയിട്ടില്ല. നടത്തണ്ട, അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ അവിടെ അങ്ങനെ ഒരു ഡേറ്റ് ഇല്ല. ഇനി ഇതിലേതാണോ ഹയർ, വിച്ചെവർ ഈസ് ഏർലിയർ, നോട്ട് ഹയർ, വിച്ചെവർ ഈസ് ഏർലിയർ. ഇതിലേതാ ഏർലിയർ, 31st March. അപ്പോൾ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഏത് മുതൽ ഏത് വരെയാണ്, 1st May 2018 to 31st March 2020 വരെയാണ്. ഓക്കെ അല്ലേ? യെസ്. ഇവിടെ ഇത് അപ്ലിക്കബിൾ അല്ല. ഈ ഇതിൽ എപ്പോഴും ഇത് അപ്ലിക്കബിൾ അല്ലാതിരിക്കോ? ഇല്ല. ഈ ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞിട്ടില്ല, എന്നാണ് റീപേയ്മെൻറ്റ് നടത്തിയെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ അല്ലേ? യെസ്. റീപേയ്മെൻറ്റ് നടത്തിയ ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ ആ ഡേറ്റും പിന്നെ ഈ 31st March 2020 കൂടെ കമ്പയർ ചെയ്ത് അതിലേതാണോ ഏർലിയർ അതാണ് എൻഡിങ് പീരീഡ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് പീരീഡ് കിട്ടിയെന്നാണ് 1st May 2018, എൻഡിങ് പീരീഡ് കിട്ടി 31st March 2020. ക്ലിയർ? ഓക്കെ. ഇനി ഇത്രയും പീരീഡിലുള്ള എന്ത് കാണണം, ഇൻട്രസ്റ്റ് കാണണം. അതിൽ ശ്രദ്ധിക്കണം നിങ്ങൾ, 1st May കണ്ട, 1st May മുതൽ 2000 ഏത് വരെ ഉണ്ട്, 23 months ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? എങ്ങനെയാണ് ഈ 23 months കിട്ടിയതെന്നല്ലേ, ഞാനൊന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. 1st May ശ്രദ്ധിച്ചോട്ടാ, ഞാൻ വേറൊരു നോട്ട് എഴുതിത്തരാം, നിങ്ങളൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കണം. 1st May 2018 ടു ഏതുവരെയാണ്, 31st March 2020 അല്ലേ? ഡേറ്റ് കൺഫേം ചെയ്യല്ലേ? കറക്റ്റ് അല്ലേ? 1st May 2018 to 31st March 2020. ഓക്കെ, നോക്കൂ. അപ്പോൾ 2018 എത്ര മാസം ഉണ്ടാവും നിങ്ങൾ പറയും? മെയ് കൂട്ടും അല്ലേ? മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. എത്ര മാസമായി? 8 months ആയി. ഓക്കെ, യാ. പിന്നെ അടുത്ത ഏതാണ്? മാർച്ച് 2019 2020. 2019 എത്ര ഉണ്ടാവും? എത്ര മാസം ഉണ്ടാവും? 2019 12 months ഉണ്ടാവും. 20 എത്രയാണ് എടുക്കുക? 20 12 മാസമുണ്ട്. പക്ഷേ ഇവിടെ എത്ര വരെ ഉള്ളൂ? 20 മാർച്ച് വരെ ഉള്ളൂ. അപ്പോൾ ജാൻ, ഫെബ്രുവരി, മാർച്ച് എത്രയാ? 3 months. ഓക്കെ, ഇതൊക്കെ കൂടെ ആഡ് ചെയ്തൊക്കെ 8 + 12 + 3 = എത്രയാ? ടോട്ടൽ 23 months. അപ്പോൾ നിങ്ങളിതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ട്. ലോജിക്ക് കിട്ടിയില്ലേ? അങ്ങനെയാണ് ഇവിടെ എത്ര വന്നിട്ടുള്ളത്? 23 months വന്നിട്ടുള്ളത്. ഗോട്ട് ഇറ്റ്? യാ, സെറ്റ്. അപ്പോൾ ഈ 23 monthsൻ്റെ എന്ത് ഇൻട്രസ്റ്റ് ആണ്? എന്ത്? നമ്മുടെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോ, 23. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെ? 2 lakhൻ്റെ 12% × 23 / 12
അല്ലേ? അങ്ങനെയല്ലേ 23 months നോർമൽ നിങ്ങൾ കണ്ടു നോക്കൂ. 2 lakh ഇൻറ്റു 12% കണ്ടാൽ 24,000 കിട്ടും. ഈ 24,000 എത്ര മാസത്തിനുള്ളതാണ്? 12 മാസത്തിനുള്ള. നമുക്ക് എത്ര മാസത്തെ ഇൻട്രസ്റ്റ് കാണണം? 23. അപ്പോൾ അതിനെ ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 23. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം 24,000 ഒരു വർഷത്തല്ലേ, ഡിവൈഡഡ് ബൈ 12 അടിച്ചാൽ ഒരു മാസത്തെ കിട്ടും എത്ര? 2,000 ഇൻറ്റു അങ്ങനെ എത്ര മാസത്തെയാണ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്? 23. അപ്പോൾ എത്ര വരും? 46,000. ഈ 46,000ൻ്റെ ഇൻറ്റു 1/5 ആണ് നമുക്ക് 9,200 ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ കാൽക്കുലേഷനൊക്കെ ഇവിടെ ഉണ്ട്. ഇൻട്രസ്റ്റ് കണ്ടില്ലേ? അതിൻ്റെ 1/5 9,200 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. സെറ്റായി. ഇനി നമുക്ക് നേരെ നമ്മുടെ മെയിൻ സ്റ്റേറ്റ്മെൻറ്റിൽ പോകാം. അവിടെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഇത് എഴുതാം. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് ഒരു വർക്കിംഗ് നോട്ടല്ലേ? അപ്പോൾ ഇതിനെ വർക്കിംഗ് നോട്ട് നമ്പർ 1 എന്ന് കൊടുക്കുക. ഇത്രയും നമ്മൾ ചെയ്തതിന് നമ്മൾ എന്ത് പറയുന്നു? വർക്കിംഗ് നോട്ട് നമ്പർ 1. എന്തായിരുന്നു വർക്കിംഗ് നോട്ട് നമ്പർ 1ൻ്റെ പേര്? എഴുതിക്കോളൂ. കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്. കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്. എഴുതിയില്ലേ? ഓക്കെ. ഇനി ഒന്നുമില്ല, നമുക്ക് എന്ത് ചെയ്യാം? മൊത്തം ഡിഡക്ഷൻസ് ആഡ് ചെയ്താൽ 14,250 പ്ലസ് ഒന്ന് ആഡ് ചെയ്ത് നോക്കണേ, മിസ്റ്റേക്ക് ഉണ്ടാവാം. 24 പ്ലസ് 9,000 47,450. അത് ഏതിൽ നിന്ന് ലെസ് ചെയ്യണം? 47,500 എന്ന്. അപ്പോൾ നമുക്ക് മൈനസ് ആണ് വരുന്നത്. ഓക്കെ അല്ലേ? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി മൈനസ് ഫിഗർ വരുന്നുണ്ട്. അല്ല, മൈനസ് അല്ലല്ലോ, പോസിറ്റീവ് തന്നെ. സോറി, പോസിറ്റീവ് തന്നെ വരും. ക്ലിയർ. ഞാൻ ഓൾറെഡി 47,450 കാൽക്കുലേറ്റർ ഉണ്ടല്ലോ. മൈനസ് ഏതെഴുതി? 47,500 എഴുതി നോക്കി. അങ്ങനെയല്ലല്ലോ. 47,500 മൈനസ് 47,450. സെറ്റാണ്. സെറ്റ്. ഓക്കെ. നമുക്കിന്ന് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിൻ്റെ ഡിസ്കഷൻ അവിടെ അവസാനിപ്പിക്കാം. അടുത്ത വളരെ സിമ്പിളാണ്. ഫുൾ ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. ആദ്യം നിങ്ങൾ പോസ് ചെയ്യണം, എന്നിട്ട് ക്വസ്റ്റ്യൻ എഴുതിയെടുക്കും. ഓക്കെ, എഴുതിയെടുക്കും. പോസ് ചെയ്യുക, എഴുതിയെടുക്കും. എഴുതിയില്ലേ? നമുക്ക് വായിക്കാം. എൻ്റെ കൂടെ ഒരുമിച്ച് വായിക്കണം കേട്ടോ. ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് കമ്പ്യൂട്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. വായിക്കുന്നില്ല, വായിക്കൂ, കൂടെ വായിക്കൂ. മുനിസിപ്പൽ വാല്യൂ എത്ര? 8,000 പെർ മന്ത്. ഇതിൽ പെർ മന്താണ് തന്നിട്ടുള്ളത്. നമുക്ക് ആ ഫുൾ പെർ മന്തിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇൻറ്റു എവിടേക്ക് അടിക്കാം? 12 അടിക്കാം. നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നതൊക്കെ പെർ മന്തിലിടും. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യും? ഗ്രോസ് ആനുവലിൽ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഇയർലിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അതിൽ എളുപ്പം. അപ്പോൾ എന്തായാലും മുനിസിപ്പൽ വാല്യൂ പെർ മന്ത് 8,000 ആണ്. ആക്ച്വൽ റിയലൈസ്ഡ് 8,500 ആണ്. വിച്ച് ഓവർ ഈസ് ഹയർ. അല്ലെങ്കിൽ റെൻറ്റ് കൺട്രോൾ റെൻറ്റ് ആസ് പെർ റെൻറ്റ് കൺട്രോൾ ആക്ട് എന്ന് പറഞ്ഞാൽ എന്താ? റെൻറ്റ് കൺട്രോൾ ആക്ട് വഴിയുള്ള റെൻറ്റിനെ എന്താ പറയുക? സ്റ്റാൻഡേർഡ് റെൻറ്റ് എന്ന് പറയും. എന്ത് പറയും? സ്റ്റാൻഡേർഡ് റെൻറ്റ്. അത് വലിയ എമൗണ്ടാണ്, അപ്പോൾ അത് നമ്മളെ എഫക്റ്റ് ചെയ്യില്ല. പിന്നെ വായിക്കാം. മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് 5% ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എത്ര ഉണ്ട്? 2% ഓൺ മുനിസിപ്പൽ വാല്യൂ. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്യണം. നമ്മൾ കാണാത്തൊരു ഇതാണ് എഡ്യൂക്കേഷൻ സെസ്. നത്തിങ് ഗ്രേറ്റ്, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. കൺസ്ട്രക്ഷൻ ഓഫ് ദ ഹൗസ് ബിഗിൻ എന്നാണ് ആരംഭിച്ചത്? കമൻസ്മെൻറ്റ് 1 July 2016 ആൻഡ് കംപ്ലീറ്റ് ഇൻ എന്നാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്? April 2019. ഓക്കെ. ഇൻട്രസ്റ്റ് ഓൺ ലോൺ പെയ്ഡ് അപ് ടു 31st March 2019 എത്രയാണ്? 1 lakh. ഇൻട്രസ്റ്റ് ഫോർ ദ പ്രീവിയസ് ഇയർ എത്രയാണ്? 14,000. അപ്പോൾ വേറെ രസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കുറേ കഷ്ടപ്പെട്ട് കണ്ടെത്തിയില്ലേ? ഇവിടെ അതൊന്നും വേണ്ട. ഇവിടെ ഡയറക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? 1 lakh തന്നിട്ടുണ്ട്. ഇവിടെ എഴുതി വെക്കുക. ഇതാണ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓഫ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എഴുതി വെച്ചില്ലേ? സെറ്റാണ്. പിന്നെ ആക്ച്വൽ ഇൻട്രസ്റ്റ് എത്രയാണോ ആ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയറും തന്നിട്ടുണ്ട്. എത്രയാണ്? 14,000. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എഴുതാം. ഫോർമാറ്റൊക്കെ വരച്ച് വെക്കുക, പോസ്റ്റ് ചെയ്തിട്ട് എന്നിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ? ചെയ്യുന്നവർ ശ്രമിച്ചു നോക്കൂ, ഒന്ന് സ്വന്തമായിട്ട് ചെയ്തു നോക്കൂ. ഓക്കെ അല്ലേ? വുഡ് ബി വെരി ഈസി ആവും, നന്നാണ് ഐ തിങ്ക്. സോ നോക്കാം. ഗ്രോസ് ആനുവൽ വാല്യൂ കാണാം. എങ്ങനെ ഗ്രോസ് ആനുവൽ വാല്യൂ കാണാം?
ഇവിടെ ഫെയർ റെൻറ്റ് എക്സ്പെക്റ്റഡ് റെൻറ്റ് ഈസ് ഈക്വൽ ടു ഫെയർ റെൻ്റൽ വാല്യൂ, പിന്നെ ഏതാണ് ഫെയർ റെൻ്റൽ ആൻഡ് മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ. പക്ഷേ ഇവിടെ ഫെയർ റെൻ്റൽ വാല്യൂ തന്നിട്ടില്ല, മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ. അപ്പോൾ അതിനാണ് എക്സ്പെക്റ്റഡ് റെൻറ്റ്. എക്സ്പെക്റ്റഡ് റെൻറ്റ് ഏതിനേക്കാൾ കൂടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്, സ്റ്റാൻഡേർഡ് റെൻറ്റ്. കൂടില്ലല്ലോ, സ്റ്റാൻഡേർഡ് റെൻറ്റ് 9,000 അല്ല, അപ്പോൾ അതിനേക്കാൾ കൂടില്ല. അപ്പോൾ ഏതെടുക്കാം, എക്സ്പെക്റ്റഡ് റെൻറ്റ് എത്ര വരും, 8,000 വരും. അതേപോലെ ആക്ച്വൽ റെൻറ്റ് എത്ര വരും, ആക്ച്വൽ റെൻറ്റ് എത്ര വരും, 8,500 വരും. ഇതിൽ വിച്ച് എവർ ഈസ് ഹയർ ഏതാണ്, 8,500. 8,500 ആണ് ഇപ്പോൾ നമ്മുടെ എന്ത് വരിക, ഗ്രോസ് ആനുവൽ വാല്യൂ വരും. ഓക്കെ അല്ലേ, 8,500 ഇൻറ്റു അറിയാലോ 12 months ആണ്. അപ്പോൾ എത്ര വരും, 1,02,000 വരും. ക്ലിയർ അല്ലേ? പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് മുനിസിപ്പൽ ടാക്സ് ലെസ് ചെയ്യാനാണ്. മുനിസിപ്പൽ ടാക്സിൻ്റെ കൃത്യമായി ഇവിടെ പറയുന്നുണ്ട് എത്ര പെർസെൻറ്റേജാണ് പറയുന്നത്, 5% മുനിസിപ്പൽ ടാക്സും പ്ലസ് ഏതുണ്ട് 2% ഉണ്ട്. അപ്പോൾ നിങ്ങൾ മുനിസിപ്പൽ ടാക്സ് ആയിട്ട് പരിഗണിക്കേണ്ട പെർസെൻറ്റേജ് എത്രയാണ്, 7% ആണ്. നമുക്കറിയാം മുനിസിപ്പൽ ടാക്സ് ഏതിൻ്റെ മുകളിലാണ് അടയ്ക്കുക, മുനിസിപ്പാലിറ്റി ഫിക്സ് ചെയ്തിട്ടുള്ള ആ റെൻറ്റിൻ്റെ വാല്യൂവിൻ്റെ മുകളിലാണ് മുനിസിപ്പൽ ടാക്സ് അടയ്ക്കേണ്ടത്. മുനിസിപ്പാലിറ്റി ഫിക്സ് ചെയ്ത റെൻറ്റ് എത്രയാണ്, ഒരു മാസം 8,000. അപ്പോൾ 8,000 × 12 എത്ര വരും, 96,000. 96,000ൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്, 7% എത്രയാണ്, 6,720. സെറ്റാണ്. അത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. ഓക്കെ അല്ലേ, കറക്റ്റാണ്. നോക്കൂ, 1,02,000 - 6,720 95,280. കറക്റ്റ്. ലെസ് സ്റ്റാൻഡേർഡ് റെൻ്റ് ഒന്നും നോക്കണ്ട. അപ്പോൾ നിങ്ങളുടെ കാൽക്കുലേറ്റർ 95,280 ഉണ്ടാവും ഓൾറെഡി. അതിൻ്റെ എത്ര പെർസെൻറ്റേജ് കണ്ടോളൂ, 30%. അപ്പോൾ എത്ര വരും, 28,584. നോക്കൂ, 95,280യുടെ 30%. ഓക്കെ, വേണമെങ്കിൽ അവിടെ എഴുതി വെക്കാം. ഇനി അടുത്ത ഏതാണ് ലെസ് ചെയ്യേണ്ടത്, ഇൻട്രസ്റ്റ് ആണ്. പ്രീവിയസ് ഇയറിലെ ഇൻട്രസ്റ്റ് എത്രയാണ്, 14,000 ആണ്. നോട്ട് ചെയ്യുക, പ്രീവിയസ് ഇയറിലാണ്, ഡ്യൂറിങ് ദ പീരീഡിലെ. പിന്നെ പറയുന്നത് ഏതാണ്, പ്രീ കൺസ്ട്രക്ഷൻ ആണ്. പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. നേരത്തെ നമ്മളവിടെ ഐ തിങ്ക് 46,000 എന്തല്ലോ ചെയ്തത്, ഇൻറ്റു 1/5 അടിച്ചപ്പോഴാണ് ശരി 46,000 DP 14. അതേപോലെ ഇവിടെ 46,000 അവിടെ കണ്ടെത്താൻ വേണ്ടി കുറേ വർക്കിംഗ് നോട്ടൊക്കെ ചെയ്തു. ഇവിടെ ഒന്നും വേണ്ട, ഇവിടെ ഓൾറെഡി 1 lakh തന്നിട്ടുണ്ട്. ആ 1 lakhൻ്റെ എത്ര, 1/5 നമ്മൾ എന്ത് ചെയ്താൽ ലെസ് ചെയ്യുന്നത്, 20,000 വരും. ക്ലിയർ ആണോ? ഓക്കെ, ഇൻട്രസ്റ്റ് 1/5 ഓഫ് ദ ഇൻട്രസ്റ്റ് ഫോർ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്. അങ്ങനെ നമ്മൾ എല്ലാ ഡിഡക്ഷനും കൂടെ ആഡ് ചെയ്യുന്നു. 28,584 പ്ലസ് 14,000 പ്ലസ് 20,000. അപ്പോൾ 62,584 വരും. അത് ഏതിൽ നിന്ന് ലെസ് ചെയ്യണം, 95,280 മൈനസ് 62,584 അടിച്ചാൽ 32,696 കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കൂ, 32,696. ഓക്കെ, സെറ്റാണല്ലോ, മതി. അടുത്ത പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യും, സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി അല്ലേ, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെറിയൊരു സസ്പെൻസൊക്കെ മുന്നേ ക്ലാസ്സിൽ ഇട്ടിരുന്നു. ഓക്കെ, ദാറ്റ്സ് ഓൾ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്നായി പഠിക്കണേ. ടാറ്റാ.